ഞാനും എന്റെ കുടുംബവും ആദ്യമായിട്ടല്ല. ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്ന ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആദ്യമായിട്ടല്ല എന്ന് BJP-ക്കാർക്ക് നേരെ രാഹുൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പരീക്ഷണ ചൂളയിൽ വെന്തുരുകുമ്പോൾ എന്ത് മാർഗം ഉപയോഗിച്ചും അവർ BJP-ക്കാർ അഥവാ രാഹുലിനെ പിച്ച് ചിന്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതാദ്യമായല്ല എന്ന രൂപം രാഹുൽ കാണിക്കുന്നത്. ഇവിടെ വയനാടിനെ വഞ്ചിച്ചു എന്ന് തലങ്ങും വിലങ്ങും CPM അടക്കം പറയുകയും രാഹുൽ ഒളിച്ചോടി എന്ന് BJP-യും അവിടെയൊക്കെയാണ് രാഹുൽ നെഞ്ചും പിരിച്ചു നിൽക്കുന്നത്. ഒരു സാധാരണക്കാരിയായ പെണ്ണുരുത്തി ഗാന്ധി കുടുംബത്തെ കെട്ടുകെട്ടിച്ചു എന്ന് സ്മൃതി ഇറാനിക്ക് ചുട്ടും കത്തിച്ചു കൊടുത്ത BJP പറയുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് ഈ BJP-ക്കാർ തന്നെയാണ്. മോദി അടക്കം തരംഗം മാഞ്ഞു തുടങ്ങുമ്പോൾ സ്മൃതി ഇറാനിക്ക് എങ്ങുമില്ലാത്ത വരവേൽപ്പുകൾ നൽകുമ്പോൾ ആരാണ് സത്യത്തിൽ തോൽക്കുന്നത്? ഗഡ്കരിക്ക് മുന്നിലും മോദി വീണു പോവുകയാണ്. തന്റെ മണ്ഡലത്തിൽ BJP-യുടെ പ്രകടന പത്രിക ഒഴിവാക്കിക്കൊണ്ട് ഗഡ്കരി മറ്റൊരു പ്രകടന പത്രിക തയ്യാറാക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ BJP-യിൽ മുറുമുറുപ്പുകൾ നല്ലതുപോലെ അലയടിക്കുമ്പോൾ അതൊക്കെ മറച്ചു വെക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് രാഹുലിനെ വേട്ടയാടുക എന്നത്. സത്യം പറഞ്ഞാൽ അമീഠയിൽ നിന്ന് രാഹുൽ റായ്ബറേലിയിലേക്ക് ചെക്കേറിയപ്പോൾ സ്മൃതി ഇറാനി ഒന്ന് പതറുന്നുണ്ട്. ഇന്ന് സ്മൃതി ഇറാനിയുടെ ഏക ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവർ രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രസക്തി അവസാനിച്ചു. അർത്ഥശൂന്യമായ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം സ്മൃതി ഇനി ചെയ്യേണ്ടുന്ന കാര്യം പ്രാദേശിക വികസനത്തെ കുറിച്ച് ഉത്തരം പറയേണ്ടി വരിക എന്നുള്ളതാണ്. അടച്ച ആശുപത്രികൾ, സ്റ്റീൽ പ്ലാന്റുകൾ, IIT-കൾ ഇങ്ങനെ തുടങ്ങുന്നു ഉത്തരം പറയേണ്ടത്. ഇവയെക്കുറിച്ചൊക്കെ സ്മൃതി ഇറാനി പറഞ്ഞേ പറ്റൂന്നേ. അതൊക്കെ മറികടക്കാനാണ് കണ്ണിൽ പൊടിയിടാനുള്ള BJP-യുടെ രാഹുലിനെതിരെയുള്ള തിരിയൽ. രാഹുലിനെ കുറിച്ച് ഭയന്നിട്ട് ഓടി ഒളിച്ചോളൂ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് ഇനി എന്ത് ചെയ്യും, എങ്ങനെ പ്രചാരണം മുന്നോട്ട് നയിക്കുമെന്നാണ് BJP നേതാക്കൾ പരസ്പരം ചോദിക്കുന്നത്. ഇവിടെ രാഹുലിന് ഒന്നേ പറയാനുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ വൈകാരികമായ പ്രതികരണമാണ് രാഹുൽ നടത്തിയത്. അമ്മ ഏൽപ്പിച്ച ദൗത്യമാണ് എന്നാണ് രാഹുൽ പ്രതികരിച്ചത്. പരമ്പരാഗത മണ്ഡലത്തെ സേവിക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും രാഹുൽ വിശദീകരിക്കുന്നുണ്ട്. അമേഠിയും റായ്ബറേലിയും തന്റെ കുടുംബമാണ് എന്നും എല്ലാവരുടെയും അനുഗ്രഹം വേണമെന്നുമാണ് രാഹുൽ അവസാനം പറഞ്ഞു വെക്കുന്നത്.